തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തിയപ്പം നമ്മുടെ MP പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിന്റെ 15 വർഷക്കാലം നഷ്ടപ്പെട്ട കോഴിക്കോട് ജനതയെ കൊഞ്ഞനം കുത്തുകയാണ് കോഴിക്കോട്ടെ MP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടറിഞ്ഞ വികസനം എന്ന പേരിൽ ഒരു പുസ്തകം നിറയെ പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിനകത്തുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ തൻ്റേതാക്കി മാറ്റുക മാത്രമാണ് കഴിഞ്ഞ 15 വർഷക്കാലത്തിനിടയിൽ താൻ ചെയ്തതെന്ന് തെളിയിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം 2019നും 2024നും ഇടയിൽ എന്തു ചെയ്തു എന്ന് MP പറയും. ആകെ ഈ പുസ്തകത്തിനകത്തുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PMSSYയിൽ 120 കോടി രൂപ മുടക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് താൻ സംഭാവന ചെയ്തു എന്നാണ്. അല്പത്തരം എന്നല്ലാതെ മറ്റൊന്നും ഇതിനോട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അവകാശവാദത്തോട് ഉപമിക്കാനില്ല. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല. ഒന്ന്, ഈ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെതു കൂടിയായിട്ടുള്ള സംയുക്ത പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിന്റെ 120 കോടി രൂപ, സംസ്ഥാന സർക്കാരിന്റെ 80 കോടി രൂപ, ഈ 2 ഫണ്ടുകളും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സംയുക്ത പദ്ധതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പദ്ധതിയുടെ പ്രപ്പോസൽ കൊടുത്തത് 2006 കേരളത്തിൽ അധികാരത്തിൽ വന്ന VS സർക്കാരിന്റെ കാലത്തെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ നൽകിയ പ്രൊജക്റ്റാണ്. 2007 കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി നടത്തിയിട്ടുള്ള എല്ലാ കത്തിടപാടുകളിലും സൂചിപ്പിക്കുന്ന ഒരു ഫയൽ നമ്പർ ഉണ്ട്. അത് സെറ്റ് 290-22/4/2007 SSH എന്ന ഫയലാണ്. ആ ഫയല് 2007 തുടങ്ങിയതാണ് ഈ പണി എന്ന് തെളിയിക്കുന്നു. അന്ന് ഇപ്പറയുന്ന ആൾ, ഈ ഏട്ടൻ കോഴിക്കോട് MP പോയിട്ട് കോഴിക്കോട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അനുഭവം. 2011 ഏപ്രിൽ 28 കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തിറക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിനൊപ്പം ബെല്ലാരി, ഗോരഖ്പൂർ, ഝാൻസി, മധ്യപ്രദേശിലെ രേവ, ബീഹാറിലെ ദാർബൻഗ, അതേപോലെ തന്നെ ബീഹാറിലെ തന്നെ മുസഫർപൂർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 7 മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി കൊടുക്കുന്നതിന്റെ കൂടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനും അനുമതി കിട്ടിയത്. ഇതിൽ ഇയാൾക്ക് ഒരു പങ്കുമില്ല എന്നിരിക്കെ ഈ പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷം അത് തൻ്റേതാണെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി 2011 ഈ അനുമതി കിട്ടിയതിന് ശേഷം 2016 വരെ കേരള സംസ്ഥാനം UDF ഭരിച്ചു. ഒന്നും അക്കാലത്ത് ചെയ്തില്ല. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പദ്ധതി വീണ്ടും തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ തരേണ്ട 120 കോടി രൂപ തരാതിരുന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചു. ഇപ്പോഴും കേന്ദ്ര സർക്കാർ തരേണ്ട 120 കോടി രൂപയിൽ 18ഓളം കോടി രൂപ ഇപ്പോഴും തരാൻ ബാക്കിയാണ്. എന്നിട്ടും ആ പണം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ആ പദ്ധതി പൂർത്തീകരിച്ചു. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തനിക്ക് ഒരു പങ്കുമില്ലാത്തൊരു പദ്ധതി തൻ്റേതാണെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുകയാണ് ഇതിലൂടെ കോഴിക്കോട്ടെ MP ചെയ്തത്. രണ്ടാമത്തെ ടെറിഷറി ക്യാൻസർ സെന്ററിനെ കുറിച്ചാണ്. 50 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുടക്കിയത്. അതെല്ലാം നിലവിൽ വന്നിട്ട് ടെറിഷറി ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം മുന്നേയുള്ള കാര്യമാണ് ഇപ്പോഴും വർണ്ണക്കടലാസിൽ അച്ചടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇദ്ദേഹം പറയുന്നു, വൃക്ക രോഗികൾക്ക് അദ്ദേഹം 1.71 കോടി രൂപയുടെ സഹായം നൽകി പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതിനകത്ത് ഈ പുസ്തകത്തിൽ പറയുന്നു MP ഫണ്ടുകളുടെ സംയോജനം എന്ന് പറയുന്നു. എന്താ MP ഫണ്ടുകളുടെ സംയോജനം? മാതൃഭൂമിയാണ് ഈ പറയുന്ന പദ്ധതിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് സെന്റർ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി മെഷീനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് മുൻകൈയെടുത്തത്. കോഴിക്കോട്ടും പുറത്തുമുള്ള കേരളത്തിലെ രാജ്യസഭാ MP-മാർ ഉൾപ്പെടെയുള്ളവരുടെ ഫണ്ടുകൾ അവർ ഏകോപിപ്പിച്ചു. കോഴിക്കോട്ടെ സുമനസ്സുകളുടെ പണം അവർ സമാഹരിച്ചു. അങ്ങനെയാണ് 1.71 കോടി രൂപയുടെ പദ്ധതി അവിടെ നടപ്പിലാക്കിയത്. അതിൽ കോഴിക്കോട് MP കൊടുത്ത തുക തുച്ഛമാണ്. ആ തുച്ഛമായ തുക കൊടുത്തതിന്റെ, സംഭാവന കൊടുത്തതിന്റെ പേരിൽ ആ പദ്ധതി മുഴുവൻ തൻ്റേതാക്കി മാറ്റുകയാണ് MP ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോവിഡ് കാലത്ത് 4 ആംബുലൻസ് നൽകി എന്ന് പറയുന്നു. അത് ശരിയാണ്.
4 ആംബുലൻസും കട്ടപ്പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും പ്രവർത്തിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയായി ആ ആംബുലൻസുകൾ മാറി. മറ്റൊരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടത് വാണിജ്യ കേന്ദ്രങ്ങളല്ല. ഈ പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ പറയുന്നു ധാരാളം സ്ക്വയർ ഫീറ്റർ സ്ഥലങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ, നടപ്പാതകൾ, അതല്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടത് കോഴിക്കോട്ടെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ കോഴിക്കോട്ട് നിന്ന് തുടങ്ങുന്ന പുതിയ ട്രെയിനുകളാണ്. 15 കൊല്ലക്കാലത്തിനിടയിൽ കോഴിക്കോട്ട് നിന്ന് തുടങ്ങുന്ന പുതിയ ട്രെയിനുകൾ എത്ര വന്നു? MP പറയട്ടെ. അതിനുള്ള ഒരു സംവിധാനവും ഉണ്ടാക്കാതെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ദല്ലാൽ പണിയെടുക്കുകയാണ് കോഴിക്കോട്ടെ MP ഈ കാലം അത്രയും ചെയ്തത്. പുതിയ ട്രെയിൻ കോഴിക്കോട്ട് നിന്ന് തുടങ്ങണമെങ്കിൽ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കണം, പിറ്റ് ലൈനുകൾ സ്ഥാപിക്കണം. കല്ലായും അതുപോലെ തന്നെ വെള്ള റെയിൽവേ സ്റ്റേഷനും വികസിപ്പിച്ച് വെള്ളയിൽ പിറ്റ് ലൈൻ സ്ഥാപിച്ചാൽ മാത്രമേ പുതിയ ട്രെയിനുകൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കാൻ വേണ്ടി കഴിയൂ. അതിനുവേണ്ടി ചെറുവിരൽ അനക്കം ഈ കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ അദ്ദേഹം നടത്തിയോ? ഫറൂഖ് അൽത്തൂർ റെയിൽവേ സ്റ്റേഷനുകൾ കോഴിക്കോടിന്റെ അനുബന്ധ റെയിൽവേ സ്റ്റേഷനുകളായി വികസിക്കേണ്ടവ എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യാനായോ? ഇതൊന്നും ചെയ്യാതെ ഈ നാടിന്റെ കണ്ണായ സ്ഥലം സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബ്രോക്കർ പണിയെടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞത് റെയിൽവേയിലെ INTUC യൂണിയൻ അടക്കമുള്ള തൊഴിലാളികളാണ്. അവരാണ് ഈ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം ചെയ്തത്. ആ പദ്ധതി തന്നെ താൻ വീണ്ടും കൊണ്ടുവരുമെന്ന് പുസ്തകമടിച്ച് പ്രചരിപ്പിച്ച് ഈ നാടിനെയും ജനങ്ങളെയും വെല്ലുവിളിക്കുകയാണ് MP ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 15 കൊല്ലത്തിനിടയിൽ എന്തു മാറ്റം വന്നു? ഇപ്പോഴും പറയുന്നത് 13 കൊല്ലം മുന്നേ സ്ഥാപിച്ച എസ്കലേറ്ററിനെ കുറിച്ചാണ്. കോഴിക്കോട് നഗരത്തിനകത്ത് റോഡ് മുറിച്ചു കടക്കാൻ സൗജന്യമായി എസ്കലേറ്ററും ലിഫ്റ്റുമുള്ള നഗരമാണ് കോഴിക്കോട് നഗരം. ആ കോഴിക്കോട് നഗരത്തിലാണ് എസ്കലേറ്റർ സ്ഥാപിച്ചത് വലിയ കാര്യമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമുകളിൽ മഴ നനയാതെ യാത്രക്കാർക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ടോ? 25 ബോഗികളുള്ള ഒരു ട്രെയിൻ കോഴിക്കോട് 2ാമത്തെ പ്ലാറ്റ്ഫോമിലോ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോ വന്നു നിന്നാൽ 13 ബോഗികളും മേൽക്കൂരയില്ലാത്ത സ്ഥലത്ത് നിർത്തുന്നു. 15 കൊല്ലക്കാലമായി ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറുകൾ 6 എണ്ണം പ്രവർത്തിക്കണം. 3 എണ്ണമേ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. റെയിൽവേ ക്രോസിംഗുകൾ, ലെവൽ ക്രോസുകൾ ആളില്ല എന്ന് പറഞ്ഞ് പകൽ സമയം മുഴുവൻ അടച്ചിട്ട് ജനങ്ങളുടെ യാത്രാ സൗകര്യം, യാത്ര ചെയ്യാനുള്ള അവകാശം, മൗലിക അവകാശം തടസ്സപ്പെടുത്തുന്നു റെയിൽവേ. ചെറുവിരൽ അനക്കുന്നില്ല. റെയിൽവേയുടെ പ്രദേശത്തേക്ക് വരുന്ന ജനങ്ങൾ കാൽനടക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോഡുകൾ ഉൾപ്പെടെ റെയിൽവേ കൊട്ടിയടയ്ക്കുന്നു. ചെറുവിരൽ അനക്കാൻ MPക്ക് കഴിയുന്നില്ല. എന്നിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാൻ, കുത്തകകൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ബ്രോക്കർ പണി എടുക്കുന്നതിന്റെ സാക്ഷ്യപത്രം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ MP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റിലെ കേന്ദ്രീയ വിദ്യാലയത്തെ കുറിച്ച് പറയുന്നു ഈ പുസ്തകത്തിനകത്ത്. അതിൽ പറയാണ് CPIM സമരം ചെയ്യുന്നു. എന്തിനാ CPIM സമരത്തിന് പോയിട്ടില്ല. അവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം കൂടിയാണ് അവിടെ സമരത്തിലേക്ക് പോയത്. 10 കൊല്ലക്കാലം ഇദ്ദേഹം MP ആയിരുന്നു. ഈ ബിൽഡിംഗ് വരുന്നതിന്റെ മുന്നേ ജീർണിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം അവസാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഷിഫ്റ്റ് സമ്പ്രദായമുള്ള ഒരു കേന്ദ്രീയ വിദ്യാലയം കോഴിക്കോട്ട് ഉണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ നേട്ടം അതാ. അപ്പോഴാണ് അവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സമരരംഗത്ത് ഇറങ്ങിയത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുമായി മുഴുവൻ അവർ സംസാരിച്ചു. പല നേതാക്കന്മാരെയും അവർ പോയി കണ്ടു. കേന്ദ്ര സർക്കാരിൽ അവർ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെയാണ് 22 കോടി രൂപ ആ കേന്ദ്രീയ വിദ്യാലയത്തിന് കിട്ടിയതും അത് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയതും. ഈ കോഴിക്കോട്ടെ രക്ഷിതാക്കൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് 13 വർഷക്കാലത്തെ, ഇത് പൊളിഞ്ഞതു മുതൽ ഈ ബിൽഡിംഗ് വന്നത് വരെയുള്ള കാലത്തെ KVയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പൊ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളിയേരിയിൽ ഒരു 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ടാക്കുന്നു. ആരാ നിങ്ങൾക്ക് അനുമതി തന്നത്? ആരാണ് അതിന് സർവേ നടത്തിയത്? ഉള്ളിയേരിയിൽ എവിടെയാണ് അതിന് സ്ഥലം കണ്ടെത്തിയത്? ഏത് നിലയിലേക്കുള്ള ഫയലുകളാണ് ഈ നീങ്ങിയത്? എന്തെങ്കിലും ഒന്ന് MP ഈ നാട്ടിലെ ജനങ്ങളോട് പറയും. ഉള്ളിയേരിക്കാർ അറിയില്ല, ഉള്ളിയേരി പഞ്ചായത്ത് അറിയില്ല, കേരള സർക്കാർ അറിയില്ല, മറ്റു ഒരു സംവിധാനം, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനങ്ങളും അറിയില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ
ഭൂമി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളയിൽ ഹാർബറിനെ കുറിച്ചാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവകാശവാദം. വെള്ളയിൽ ഹാർബർ അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കിയത് എസ് ശർമ്മ മന്ത്രിയായിരുന്ന കാലത്ത്. ആ പ്രോജക്റ്റ് സമർപ്പിച്ചു, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു, വെള്ളയിൽ ഹാർബറിന്റെ പണി തുടങ്ങി. അതിന്റെ പ്രാഥമികമായ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന ആ വർഷമാകുമ്പോഴാണ് പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം അദ്ദേഹം ചെയ്തു. എന്നാൽ അവിടെ ബോട്ടടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, വള്ളങ്ങൾ അടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പുളിമൂടിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടായതിന്റെ ഭാഗമായി അതിന്റെ പ്രവർത്തനങ്ങൾ, വെള്ളയിൽ ഹാർബറിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. 29 കോടി രൂപ ജെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുമ്പോൾ ചെലവഴിച്ചിട്ടാണ് അതിന്റെ പുളിമൂട് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. മേഴ്സിക്കുട്ടിയമ്മ LDFന്റെ സർക്കാരിന്റെ കാലത്ത് പദ്ധതി പൂർത്തീകരിച്ച്, പണം വെച്ച് പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ആ പോർട്ടിന്റെ പണി, ഫിഷിംഗ് ഹാർബറിന്റെ പണി പൂർത്തീകരിച്ചത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട്. കോഴിക്കോട് നോർത്തിലെ MLA ആയിരുന്ന A പ്രദീപ് കുമാറിന്റെ മുൻകൈയിൽ നടന്ന ഫണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അത് തന്റേതാണെന്നും പറഞ്ഞ് കള്ള അവകാശവാദവുമായി ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ESIയെ കുറിച്ച് ധാരാളം വാചാലനാവുന്ന അദ്ദേഹം ESIക്ക് വേണ്ടി എന്താ ചെയ്തത്? ESI ഹോസ്പിറ്റൽ, ഫറൂഖിലെ ESI ഹോസ്പിറ്റൽ അത് ഉണ്ടായ കാലം എങ്ങനെയാണോ അതേപോലെ തന്നെ തുടരുകയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന മെഷീനുകളും മറ്റു സംവിധാനങ്ങളും എന്നുള്ളതല്ലാതെ ESI കോർപ്പറേഷനെ കൊണ്ടോ കേന്ദ്ര സർക്കാരിനെ കൊണ്ടോ എന്തെങ്കിലും ഒരു ഫണ്ട് അവിടെ ഇടപെടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അത് നേരത്തെ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നേരത്തെയുള്ള UPA സർക്കാരിന്റെ കാലത്ത് തീരുമാനമെടുത്തതാണ്. TK ഹംസ MP ആവുന്ന കാലത്ത് ആ പദ്ധതി കൊല്ലത്തേക്ക് കൊണ്ടുപോയപ്പോൾ ചെറുവിരൽ അനക്കിയിരുന്നില്ല. പിന്നീട് വന്ന രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുപോയപ്പം ചെറുവിരൽ അനക്കാൻ കോഴിക്കോട്ടെ MPക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ കോടികളുടെ വികസന പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുക. സാധാരണ നിലയിൽ ESI കോർപ്പറേഷൻ നടത്തുന്ന ഒരു 10 രൂപയോ 15 ലക്ഷം രൂപയോ ഒക്കെ വെച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു വികസന പ്രവർത്തനവും ചെറുവണ്ണൂർ ESI ഡിസ്പെൻസറിയിലോ ESI ആശുപത്രിയിലോ കോഴിക്കോട് നഗരത്തിലുള്ള ഏതെങ്കിലും ഡിസ്പെൻസറിയിലോ നടന്നിട്ടില്ല. ആളുകൾക്ക് പോയി നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അതിന് പുറമെയാണ് ESIയുടെ റീജിയണൽ ഓഫീസ് 1,80,000 തൊഴിലാളികൾക്ക് സഹായകമാവുന്ന. ഏത് തൊഴിലാളിയാ തൃശ്ശൂരിലേക്ക് ESIയുടെ റീജിയണൽ ഓഫീസിലേക്ക് എന്തെങ്കിലും കടലാസ് റെഡിയാക്കുന്നതിന് വേണ്ടി പോകേണ്ടി വരുന്നത്? ഒരു തൊഴിലാളിയും പോകണ്ട. തൊഴിലാളി പോകുന്നത് ESI ഡിസ്പെൻസറി, ലോക്കൽ ഓഫീസ്. അവിടെ നിന്ന് തയ്യാറാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ശരിയാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ലോക്കൽ ഓഫീസ് മുഖേന അങ്ങോട്ട് അയക്കുകയുള്ളൂ. ഒരു തൊഴിലാളിയും തൃശ്ശൂർ പോകേണ്ട കാര്യമില്ല. അത് വലിയ കാര്യമാക്കി പറയുകയാണ്. ഇപ്പൊ കൊണ്ടുവന്ന ഓഫീസിന്റെ അവസ്ഥ തന്നെ അതിദയനീയമായി തുടരുകയാണ്. പിന്നെയുള്ള ഈ MPയെ കുറിച്ച് സങ്കടത്തോടു കൂടി മാത്രമല്ലാതെ പറയാൻ വേണ്ടി പറ്റാവുന്ന ഒരു കാര്യമാണ് NH66 താൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. അല്പത്തരം എന്നല്ലാതെ മറ്റൊന്നും അതിന് പറയാനില്ല. NH66ന്റെ പ്രവർത്തനം തുടങ്ങിയത് എപ്പോഴാണ്? NH66 നേരത്തെ വരുന്നതിന് മുമ്പേ നാഷണൽ ഹൈവേയുടെ പണി, ബൈപ്പാസിന് പണി നടക്കുന്ന കാലത്ത് 1 രൂപ പോലും കേന്ദ്ര സർക്കാരിന്റെ പണമില്ലാതെ വെങ്ങളത്ത് മുതൽ പൂളാടിക്കുന്ന് വരെയുള്ള റീച്ച് സംസ്ഥാന സർക്കാർ പണം മുടക്കി പൂർത്തീകരിച്ചതാണ്. നാഷണൽ ഹൈവേയുടെ പൂർത്തീകരണത്തിൽ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ച് നടത്തിയ ഏക റീച്ചാണത്. ഇയാൾ അന്ന് MP ആണ്. ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഒരു 10 റുപ്യ അതിനു വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നേടാൻ സംസ്ഥാന സർക്കാർ പണം മുടക്കി അതിന്റെ പണി പൂർത്തീകരിച്ചു. ഇപ്പൊ പറയാണ് 2017 ഞാനാണ് കോഴിക്കോട് 1,700 കോടി രൂപയുടെ പ്രോജക്റ്റ് വാങ്ങിയിട്ട് കോഴിക്കോട് മണ്ഡലത്തിൽ അനുമതി നേടിയെടുത്തു എന്നാ. കോഴിക്കോട് മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിന് മാത്രമായിട്ട് പനവേലിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന നാഷണൽ ഹൈവേക്ക് പെർമിഷൻ കിട്ടുമോ? കോഴിക്കോട്ടെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണോ MP കരുതുന്നത്? നിങ്ങളുടെ കാലത്ത്, UDFന്റെ കാലത്ത് നിങ്ങൾ സമരം ചെയ്തും അല്ലാതെയും തടസ്സപ്പെടുത്തിയ പദ്ധതിയാണിത്. 2017 പിണറായി വിജയൻ സർക്കാർ വന്നു. കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചന നടത്തി പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അടച്ചുപൂട്ടിപ്പോയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് ഇവിടെ പുനഃസ്ഥാപിച്ചു. എന്നിട്ട് 2017 അതിന്റെ പണി തുടങ്ങി. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടെന്താണ്?
ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പദ്ധതി മുടക്കാൻ കോഴിക്കോട്ടെ MP കോഴിക്കോട് മണ്ഡലത്തിന്റെ പരിധിയിൽ മുൻകൈയെടുത്തു. കോൺഗ്രസും ലീഗും BJPയും എല്ലാം കൂടി ചേർന്ന് ഈ പദ്ധതി തന്നെ തകർക്കാനുള്ള സമരങ്ങൾ നടത്തി. വേങ്ങരയിലെ തലപ്പാറയിലും കീഴാറ്റൂരിലുമെല്ലാം സംയുക്ത സമരങ്ങൾ ഈ കേരളത്തിൽ കലാപസമാനമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ആ പദ്ധതിയെ തകർക്കാൻ. അതിനെയെല്ലാം നേരിട്ടിട്ടാണ് കേരളത്തിലെ LDFന്റെ സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അതിന്റെ സ്ഥലമെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും വേണ്ടി വരാത്ത ഒരു ചെലവ് കേരളത്തിന്റെ മുകളിൽ തലയിൽ കെട്ടിവെച്ചു കേന്ദ്ര സർക്കാർ. സ്ഥലമെടുപ്പിനുള്ള പണം കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. 7000 കോടി രൂപ കിഫ്ബി വഴി സമാഹരിച്ച പണം ഈ കേരളത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി കൊണ്ടുപോകുമ്പോ ഒരക്ഷരം മിണ്ടിയോ? ഏതെങ്കിലും കേരളത്തിലെ MP-മാർ മിണ്ടിയോ? UDFന്റെ MP-മാർ മിണ്ടിയോ? കോഴിക്കോട്ടെ MP മിണ്ടിയോ? കേന്ദ്ര സർക്കാരോടൊപ്പം ചേർന്ന് മലയാളിയോട് കാണിച്ച ഈ ക്രൂരതക്കെതിരായി ഒരക്ഷരം മിണ്ടാതെ ഈ പദ്ധതി തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നവർ ഇപ്പൊ പറയാ ഞങ്ങൾ കൊണ്ടുവന്നാണ്. അത് പൂർത്തീകരിച്ചു വരുമ്പോ 3 മാസം കൂടുമ്പോ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹം അവലോകന റിപ്പോർട്ട് നടത്തുന്നു പറയുന്നത്. ആ പ്രദേശത്തേക്ക് അടുക്കാൻ വേണ്ടി കഴിയില്ല. അവലോകന യോഗങ്ങൾ എല്ലാ മാസവും നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ അവലോകന യോഗം നടക്കുന്നു. ഒരു MP-യെയും അതിൽ വിളിക്കാറില്ല, വിളിക്കേണ്ട കാര്യവുമില്ല. പണിയെല്ലാം ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സർക്കാരും അതിന്റെ സംവിധാനങ്ങളും ചേർന്ന് നടത്തും. അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. 8 കാലി മമ്മൂഞ്ഞായി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ MP ചെയ്യുന്നത്. പിന്നെ കുറെ അണ്ടർപാസിന്റെ പേരെല്ലാം പറയുന്നു. കേരളത്തിൽ മുഴുവൻ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 2 കിലോമീറ്റർ ദൂരത്തിനിടയിൽ ഒന്നുകിൽ അണ്ടർപാസ് അല്ലെങ്കിൽ ഫ്ലൈ ഓവർ. ഇത് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിൻ്റെ ഇടയിൽ ജനങ്ങൾക്കുള്ള അസൗകര്യങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ഈ അവലോകന യോഗത്തിൽ ഓരോ ഘട്ടത്തിലും വന്ന ആവശ്യങ്ങൾ അംഗീകരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റാവുന്നതെല്ലാം ചെയ്യുന്നു. ഭാവിയിൽ ഇതിന്റെ പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഫ്ലൈ ഓവറുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്ന് തീരുമാനമെടുത്ത് വെച്ചിരിക്കുക. അതെല്ലാം തന്റേതാണെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കോഴിക്കോട്ടെ MP. ഇനി എയിംസിനെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ എയിംസ്? 15 വർഷക്കാലമായി പറയുന്നു. എവിടെ എയിംസ്? എയിംസ് കോഴിക്കോട് മണ്ഡലത്തിൽ. നിങ്ങൾക്ക് കോഴിക്കോട് മണ്ഡലം എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് എങ്ങനെയാ? സംസ്ഥാന സർക്കാർ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ LDF സർക്കാരിന്റെ കാലത്ത് കിനാലൂരിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത സ്ഥലം, ആ സ്ഥലം ഇതിനു വേണ്ടി LDF സർക്കാർ മാറ്റിവെച്ചപ്പോഴാണ് എയിംസ് കോഴിക്കോട്ടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ കോഴിക്കോട്ടെ MPക്ക് കഴിഞ്ഞോ? 18 എണ്ണം ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 100 എയിംസുകളാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത്. കോഴിക്കോട്ടിന് കിട്ടിയില്ല, ചെറുവിരൽ അനക്കിയില്ല. കേരളത്തിന്റെ വികസനം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എയിംസ് കിട്ടാത്ത സ്ഥലം പോലും തയ്യാറാക്കി വെച്ചിട്ട്. പണ്ട് കിനാലൂർ എസ്റ്റേറ്റിൽ വലിയ വ്യവസായ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചതാണ്. ആ പദ്ധതി തകർത്തത് നിങ്ങളാണ്. എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും കലാപവുമാണ് ഈ കോഴിക്കോട് നഗരത്തെ ഏറ്റവും വലിയ വ്യവസായ ഉപഗ്രഹ നഗരമാക്കി മാറ്റുന്ന പദ്ധതിയെ തകർത്തത് എന്നുള്ളത് മറന്നു പോവരുത്. കക്കയം ടൂറിസം വികസനം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. കക്കയം ടൂറിസം വികസനം സംസ്ഥാന സർക്കാരിൻ്റെതാ. ഇലക്ട്രിസിറ്റി ബോർഡ് KSEB-യുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതി ഹൈഡൽ ടൂറിസം വികസനം. അത് പുരുഷൻകടലുണ്ടിയും അതുപോലെ തന്നെ മണിയാശാനും കൂടി ചേർന്നുണ്ടാക്കിയ പദ്ധതി LDF സർക്കാരിന്റെ ഈ കാലത്ത് അവിടുത്തെ MLA സച്ചിൻ ദേവും സംസ്ഥാന സർക്കാരിന്റെ മറ്റു കാര്യങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ട് അത് സുഗമമായി നടന്നുകൊള്ളും. MP-യുടെ ഒരു സഹായവും അതിനാവശ്യമില്ല, അതിന്റെ കാര്യവുമില്ല. പിന്നെ പറയുന്നത് സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടിച്ചു. സ്റ്റീൽ കോംപ്ലക്സിനെ കുറിച്ച് കോഴിക്കോട് നഗരം അതിന്റെ എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് സെയിലുമായി കേന്ദ്ര സർക്കാരിന്റെ സെയിലുമായി സംയുക്ത സംരംഭം ഉണ്ടാക്കി. സെയിൽ SCL എന്നാണ് അതിന്റെ പേര്. 400 കോടി രൂപ ബാധ്യതയുണ്ടായിരുന്ന UDFന്റെ ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ, ആ ബാധ്യതകളെല്ലാം തീർത്ത് ക്ലീൻ സ്ലേറ്റിൽ സെയിലുമായി സംയുക്ത സംരംഭം ഉണ്ടാക്കി.
അവിടെ റീറോളിംഗ് മിൽ സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം സെയിൽ ഏറ്റെടുത്തു. ബാക്കി ഈ പറയുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ സംയുക്ത സംരംഭത്തിൽ ഉൾപ്പെടുത്തി. എന്തേ MP-ക്ക് കഴിഞ്ഞ ഈ കാലയളവിനിടയിൽ 10 വർഷത്തിനിടയിൽ അവിടെ റീറോളിംഗ് മില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി സെയിൽ എല്ലാ നിലയിലും തടസ്സം നിന്നപ്പോൾ ചെറുവീരൽ അനക്കി ആ പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായോ? ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, സെയിൽ എടുത്ത നിലപാടിന്റെ ഭാഗമായി സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇടതുപക്ഷം UDF-ന്റെ കാലത്ത് പൂട്ടി, ഇളമരം കരിയും വന്നപ്പോൾ തുറന്നു, വീണ്ടും അത് നിങ്ങൾ പൂട്ടിച്ചു എന്നുള്ളതാണ് അനുഭവം. കോഴിക്കോട് നിന്ന് ഈ പറയുന്ന ഫറൂഖ് വരെയുള്ള പ്രദേശത്ത് ഇതിന്റെ സംയുക്ത സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് രാംവിലാസ് പസ്വാൻ വന്ന ദിവസം വെച്ച ഫ്ലെക്സ് ബോർഡുകളുടെ പണം ഉണ്ടെങ്കിൽ ആ കമ്പനി നന്നായിട്ട് നടത്താമായിരുന്നു. MP അത്രമാത്രം ഫ്ലെക്സ് ബോർഡാണ് വെച്ചത്. എന്തേ അതിലുമധികം ഫ്ലെക്സ് ബോർഡ് വെച്ചൊരു പദ്ധതിയായിരുന്നു ചാരിയത്തെ നിർദ്ദേശ്. എന്തേ അതിനെക്കുറിച്ച് ഇപ്പം മിണ്ടുന്നില്ലല്ലോ? ആ പദ്ധതി തകർത്തു. LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആ പദ്ധതി പിന്നീട് വന്ന UPA സർക്കാരിന്റെ കാലത്ത് തകർത്തു. നിങ്ങളുടെ അടക്കം കാർമ്മികത്വത്തിലാണ് അത് തകർത്തത്. പിന്നെ ഇതിന്റെ കൂടെ കുറെ കമ്പനികളെ കുറിച്ചെല്ലാം പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. മാവൂർ ഗോളിയറൻസിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും പുറത്ത് വലിയ നിലയിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാവൂർ ഗോളിയറൻസ് അടച്ചുപൂട്ടിയതാരാ? UDF സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിയത്. 1982 മുതൽ അവിടുത്തെ മാവൂർ ഗോളിയറൻസിനെതിരായി വിവിധ നിലകളിലേക്കുള്ള സമരങ്ങൾ ചാലിയാർ സംരക്ഷണ സമിതി എന്ന പേരിൽ നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു, UDF-ന്റെ നേതൃത്വത്തിലായിരുന്നു, നിങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു. ആ സമരങ്ങൾക്കൊടുവിലാണ് 2001 ആ കമ്പനി UDF-ന്റെ ഭരണകാലത്ത് അടച്ചുപൂട്ടിയത്. മറന്നുപോരുത്. 1985 3 കൊല്ലക്കാലം അത് അടച്ചിട്ടിരുന്നു. നിങ്ങളുടെ കരുണാകരന്റെ ഭരണകാലത്ത് 87 നായനാർ അധികാരത്തിൽ വന്ന് 88 ആ കമ്പനി വീണ്ടും തുറന്നു. ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി ആ കമ്പനിയാണ് വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന സമരെല്ലാം ശക്തിപ്പെടുത്തി 2001 നിങ്ങൾ അടച്ചുപൂട്ടിയത്. മാവൂർ ഗോളിയറൻസ് കൊണ്ടുവന്നത് EMS സർക്കാരിന്റെ കാലത്ത്. അത് ഒന്നാം ഘട്ടം നിങ്ങൾ അടച്ചുപൂട്ടി, രണ്ടാം ഘട്ടം നായനാർ തുറന്നു, വീണ്ടും സമരം ജയിച്ച് 2001 നിങ്ങൾ അടച്ചുപൂട്ടി. ഈ കോഴിക്കോട്ടെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തകർക്കുന്നതിന് നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ. ചാലിയാർ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് സമരം മുഴുവൻ നടത്തിയത്. ആ കമ്പനി അടച്ചുപൂട്ടിയത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം വഴിയാധാരമാക്കി. കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും വ്യവസായ വികസനത്തിൽ വലിയ സ്ഥാനം വഹിക്കേണ്ടിരുന്ന കമ്പനി അടച്ചുപൂട്ടിയത് നിങ്ങളുടെ കാലത്താണ്, നിങ്ങളുടെ സർക്കാരാണ്, നിങ്ങൾ സമരം ചെയ്തിട്ടാണ്. കുന്നത്തറ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കുന്നത്തറ ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ DCCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ലേ? സർക്കാരിന്റെ കമ്പനിയായിരുന്നോ? സഹകരണ മേഖലയിലെ കമ്പനിയായിരുന്നോ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു. നിങ്ങളുടെ കൊള്ള കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ആ കമ്പനി പൂട്ടി. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ബാലുശ്ശേരി മുതൽ കോഴിക്കോട് നഗരം വരെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നുവല്ലോ MP. കുന്നത്തറ സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തായി? ഇപ്പൊ കുന്നത്തറയെ കുറിച്ച് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. കുന്നത്തറ പൂട്ടിച്ചത് നിങ്ങൾ. നിങ്ങളുടെ കാലത്ത് അടച്ചുപൂട്ടിയ കമ്പനികളെല്ലാം തുറക്കുകയാണ് ഇളമരം കരിയും ചെയ്തത്. കേരള സോപ്സ്, തിരുവണ്ണൂർ കോട്ടൺ മിൽ, സ്റ്റീൽ കോംപ്ലക്സ്, നല്ലളം ബാംബു ടൈൽ ഫാക്ടറി, ഒളവണ്ണ ടൂൾ റൂം ഫാക്ടറി, അങ്ങനെ തുടങ്ങി ഇളമരം കരീമിന്റെ മുൻകൈയിൽ ഈ കോഴിക്കോട്ട് വന്ന വ്യവസായ സ്ഥാപനങ്ങളെല്ലാമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്കാണ് എല്ലാം പൂട്ടിച്ചതിന്റെ, എല്ലാം തകർത്തതിന്റെ അനുഭവങ്ങളും നിങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നുള്ളതാണ് ഈ നാടിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഇനി കോഴിക്കോട് എന്തെങ്കിലും വികസന പദ്ധതികൾക്ക് വേണ്ടി UDF-ഓ കോഴിക്കോട്ടെ MP-യോ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? കോഴിക്കോട്ടെ കോർപ്പറേഷൻ പരിധിയിലെ കോടിക്കണക്കായ മനുഷ്യർക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനത്തിനാണ് ഇന്ത്യ രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലുമുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകളെ പോലെ ഏറ്റവും ആധുനികവും ശാസ്ത്രീയമായ നിലയിലേക്കുള്ള 2 പ്ലാന്റുകൾ കോഴിക്കോട്ട് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആവിക്കലും അതുപോലെ തന്നെ കോതിയിലും അവിടുത്തെ സാധാരണ മനുഷ്യന്മാർ അവരുടെ കിണറുകളിലെ വെള്ളം മുഴുവൻ കോളിഫോം ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ആ പ്രദേശത്തിനകത്ത് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിച്ച് മലിനജലം ശുദ്ധീകരിച്ച് ആ ജനങ്ങളുടെയും കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെയും ജീവിതത്തെ ആരോഗ്യപൂർണമാക്കി മാറ്റുന്നതിനു വേണ്ടി കൊണ്ടുവന്ന 2 പദ്ധതികളെയും തകർക്കാൻ
സമരത്തിന് നേതൃത്വം കൊടുത്തത് കോഴിക്കോട് MP ആണ്. കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമില്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. പാളയം പച്ചക്കറി മാർക്കറ്റ് ഏറ്റവും സുന്ദരമായ നിലയിലേക്ക് നമ്മുടെ നഗരം വികസിച്ചുകൊണ്ടിരിക്കുക. പുറത്തേക്ക് ആ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലുത്താൻകടവിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും ആധുനികമായ സംവിധാനത്തോടു കൂടി പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നു. അവിടെ അതിനെതിരായിട്ടുള്ള എല്ലാ കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കുന്നു ഈ കോഴിക്കോട്ടെ MP. കോഴിക്കോട് നഗരത്തിന്റെ വികസനം തകർക്കുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആയാലും MP ആയാലും ഈ കേരളത്തിന്റെയും ഈ കോഴിക്കോടിന്റെയും വികസന പ്രവർത്തനങ്ങളെല്ലാം തുരങ്കം വെച്ചതിന്റെ അനുഭവം മാത്രമേ അവർക്കുള്ളൂ. NH-ന്റെ കാര്യം പറഞ്ഞു, ഗെയിൽ പൈപ്പ് ലൈൻ അത് തടസ്സപ്പെടുത്താൻ കലാപ സമാനമായ നിലയിലേക്കുള്ള സമരമാണ് കോഴിക്കോട്ട് UDF നടത്തിയത്. മറന്നുപോരുത്. ഭൂമിന്റെ അടിയിൽ കൂടെ തീഗോളം വരും, പൊട്ടിത്തെറിക്കും, മനുഷ്യരെല്ലാം മരിച്ചു പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ഭൂമിന്റെ അടിയിൽ കൂടെ തീഗോളം പോകാൻ വേണ്ടി തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഒരാളും പൊട്ടിത്തെറിച്ചില്ല, എവിടെയും അപകടം ഉണ്ടായിട്ടില്ല. ഇതേപോലെയുള്ള കള്ളപ്രചരണമാണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരരംഗത്തിറക്കാൻ ഈ MP നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത്. കേരളത്തിനെതിരായി സമരം, വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി സമരം, അങ്ങനെ ഏത് പ്രൊജക്ട് എടുത്തു നോക്കിയാലും അതിനെയെല്ലാം തകർക്കാനുള്ള പ്രചരണ പ്രവർത്തനം നടത്തുന്നു. ഇതിൽ ഇദ്ദേഹം കുറെ കൊല്ലമായി 2014-ലും 2019-ലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ബേപ്പൂര് തുറമുഖത്തു നിന്ന് ഇങ്ങനെ ഒരു എലിവേറ്റഡ് ഹൈവേ മലാപ്പറമ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു 400 കോടി രൂപയുടെ പദ്ധതി ഇപ്പൊ അതിൽ അടിച്ചു വച്ചിരിക്കുന്നു. അതിന്റെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നിങ്ങൾക്ക് ആ പദ്ധതിക്ക് അനുമതി നൽകിയത്? ഏത് കേന്ദ്ര മന്ത്രാലയമാണ് അനുമതി നൽകിയത്? ആരാണ് അതിന്റെ DPR തയ്യാറാക്കുന്നത്? ഏതിലൂടെയാണ് അതിന്റെ പ്രൊപ്പോസൽ എന്ന് MP ഒന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയും. ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയും, ആരാണ് അനുമതി തന്നത്? ഏത് മന്ത്രാലയമാണ് അനുമതി തന്നത്? ആ അനുമതിയുടെ ഓർഡർ ഉണ്ടോ? ആരാണ് ഇതിന്റെ DPR തയ്യാറാക്കുന്നത്? ആരാണ് DPR തയ്യാറാക്കുന്ന ഏജൻസി? പ്രിയപ്പെട്ടവരെ, പാച്ചക്കളവ് പ്രചരിപ്പിക്കുകയാണ്. ബേപ്പൂരിൽ നിന്ന് NH-66മായി ബന്ധിപ്പിക്കുന്ന ഹൈവേ എന്ന് പറയുന്നത് BC റോഡ് വഴി പോകുന്ന ഹൈവേ ആണ്. അത് സംസ്ഥാന സർക്കാർ പണം മുടക്കി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാച്ചക്കളവ് ഇദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എയർപോർട്ടിനെ കുറിച്ച് ഇദ്ദേഹം ഈ രാത്രി പറയുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പോരാഞ്ഞിട്ടാണ് മലപ്പുറത്ത് പോയിങ്ങായിട്ട് വികസിപ്പിക്കാൻ വേണ്ടി പോണത്. എയർപോർട്ടിന് വേണ്ടി ശബ്ദിച്ചു പോലും. എവിടെ ശബ്ദിച്ചു? വൈഡ് ബോഡി ഫ്ലൈറ്റുകൾ കരിപ്പൂർ എയർപോർട്ടിൽ ഇറക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി കോഴിക്കോടിന്റെ വികാരം രാജ്യസഭയിൽ പ്രകടിപ്പിക്കുകയും മുഴുവൻ നിലയിലേക്കും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തതും എളമരം കരീമായിരുന്നു. ഇദ്ദേഹം പാർലമെന്റിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയതിനെ കുറിച്ച് പറയട്ടെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പുറത്തിറക്കട്ടെ. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എളമരം കരീമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത്, മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയത്. കോഴിക്കോട്ട് പ്രവാസി സംഘടനകൾ ചേർന്ന് വലിയ സമരങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ അതിന്റെ മുന്നിൽ പോയി നിന്ന് നമ്മളും ഇതിന്റെ ആളാന്ന് പറയുകയല്ലാതെ ഏതെങ്കിലും നിലയിൽ വ്യക്തിപരമായ മുൻകൈയെടുത്ത് മലപ്പുറത്ത് ഉള്ള കരിപ്പൂർ വിമാനത്താവളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഉള്ളതൊന്നും നടക്കാഞ്ഞിട്ടാണ് മലപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു MP ഉണ്ട്, അവിടെ ഒരു MLA ഉണ്ട്, അവിടെ ഒരു പഞ്ചായത്തുണ്ട്. ഈ പറയുന്ന 3 സംവിധാനങ്ങളും UDF-ന്റേതാണ്. അവര് തടസ്സം നിന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ സ്ഥലമെടുപ്പ് വൈകിയത്. പിണറായി വിജയൻ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടതിന്റെ ഭാഗമായി സ്ഥലമെടുപ്പിന്റെ പരിപാടികൾ തുടങ്ങി. അത് പ്രവർത്തനം പൂർത്തീകരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാർ ഇടപെട്ട് റൺവേയുടെ വികസനം ത്വരിതപ്പെടുത്താം. എന്നാൽ BJP അത് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് കോഴിക്കോട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആള് മലപ്പുറത്ത് പോയി ചെയ്തു എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്തെ അല്പത്വം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു 1500 ചില്ലാൻ സമയമട്ടോ ഇയാള് പാർലമെന്റിൽ ഇടപെട്ടു. ഗൂഗിളിൽ MP-യുടെ പേരടിച്ചു നോക്കിയാൽ അദ്ദേഹം 17ാം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അതായത് പാർലമെന്റിൽ എണീറ്റ് നിന്നത് 57 തവണയാണെന്ന് ഗൂഗിൾ നമ്മളോട് പറയുന്നു. ഈ പാർലമെന്റിന്റെ എല്ലാ രേഖകളും വെച്ചുകൊണ്ട്
ഗൂഗിൾ പറയുന്ന എണ്ണം 57. 5 കൊല്ലക്കാലത്തിനിടയിൽ ഇദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടത്തിയ എണീറ്റു നിൽക്കലുകളുടെ എണ്ണമാണ് ഗൂഗിൾ നമ്മളോട് പറഞ്ഞത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇദ്ദേഹം മിണ്ടിയോ? UAPA ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ മിണ്ടിയോ? NIA ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ മിണ്ടിയോ? മുത്തലാഖ് നിയമം കൊണ്ടുവന്നപ്പോൾ മിണ്ടിയോ? കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ തന്നെ ഇല്ലാതെയാക്കിയപ്പോൾ മിണ്ടിയോ? ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കുകയും അതിന്റെ സ്വകാര്യ ബില്ല് പാർലമെന്റിൽ വരികയും ചെയ്തപ്പോൾ മിണ്ടിയോ? പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ മിണ്ടിയോ? ഏതെങ്കിലും ഒരു സമരത്തിന് മുന്നിൽ MP ഡൽഹിയിൽ ഉണ്ടായോ? പാർലമെന്റിനകത്തുണ്ടായോ? ബാബരി മസ്ജിദിന്റെ പ്രശ്നം വന്നപ്പോ മിണ്ടിയോ? 40,000-ലധികം വരുന്ന മനുഷ്യരെയാണ് പാലസ്തീനിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. ആ ഇസ്രായേലിനോടൊപ്പം ഇന്ത്യ രാജ്യം ചങ്ങാത്തം തുടരുമ്പോൾ അവിടേക്ക് ഇവിടെ നിന്ന് തൊഴിലാളികളെ അയച്ചു കൊടുത്ത് ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് കേന്ദ്രം എടുക്കുമ്പോൾ ഈ വംശഹത്യ അരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഒരക്ഷരം മിണ്ടിയോ? MP മിണ്ടിയോ? കോൺഗ്രസ് മിണ്ടിയോ? മിണ്ടിയിട്ടില്ല. BJPക്കെതിരായി കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരക്ഷരം മിണ്ടാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. എല്ലാ ഘട്ടങ്ങളിലും ഒന്നുകിൽ മൗനം പാലിച്ചു, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ BJPയുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ദേശീയ സെക്രട്ടറിയുമായി 6 തവണയാണ് കേരളത്തിൽ നിന്നുള്ള 2 കോൺഗ്രസിന്റെ MPമാർ ചർച്ച നടത്തിയത്. അതിൽപ്പെട്ട ഒരു MP കോഴിക്കോട്ടുകാരനായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ 4 പേർ BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. ആ 4-ൽ അത് 6 ആവേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അന്നത്തെ ഡീലിങ്സ് നടന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് 4-ൽ ഇപ്പം നിൽക്കുന്നത്. ബാക്കി വരുന്ന 2-ൽ ഒരാൾ കോഴിക്കോട്ടുകാരനായിരുന്നു. BJPയോട് മൗനം പാർലമെന്റിനകത്തും പുറത്തും എടുക്കുമ്പോഴും BJPയുടെ ദേശീയ സെക്രട്ടറിയുമായി സംസാരിക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. സംഘപരിവാർ, BJP, മോഡി ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായി ധാരാളം ജനവിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പം മിണ്ടിയോ? ഇനി ഇതെല്ലാം പോട്ടെ, ഇദ്ദേഹം കോൺഗ്രസിന്റെ പൊതുവായ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായി മിണ്ടിയില്ല. എന്നാൽ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടുവന്നപ്പോൾ മിണ്ടിയോ? തൊഴിൽ നിയമങ്ങൾ, തൊഴിൽ കാർഡുകൾ കൊണ്ടുവന്നപ്പോൾ മിണ്ടിയോ? സ്ഥിരം തൊഴിൽ ഇല്ലാതെയാക്കുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ മിണ്ടിയോ? തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് രാജ്യത്ത് മാറിയപ്പോൾ മോഡി സർക്കാരിനെതിരായി ഒരക്ഷരം മിണ്ടിയോ? വിലക്കയറ്റം രൂക്ഷമാക്കുന്ന നയങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി ജനങ്ങളെ കൊള്ളയടിച്ചപ്പോൾ മിണ്ടിയോ? കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പാച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടിയോ? നിങ്ങൾ മിണ്ടിയില്ല. നിങ്ങൾ കൂടെ വന്നു. അതിന്റെ പങ്ക് നിങ്ങളും പറ്റി. 1900 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ പോക്കറ്റിലാക്കി കോൺഗ്രസ്. ആ പണമാണ് ഈ മണ്ഡലത്തിനകത്ത് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഫ്ലക്സ് ബോർഡുകൾ, വലിയ പ്രചരണ സംവിധാനങ്ങൾ, ഒരു കാലത്തും ഇല്ലാത്ത നിലയിലേക്കുള്ള പണക്കൊഴുപ്പോട് കൂടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ വിറ്റ പണമാണ്. BJPയുടെ കൂടെ നിങ്ങൾ നിന്നു. കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ മിണ്ടിയ? നിങ്ങൾ മിണ്ടിയില്ല. മോട്ടോർ വാഹന ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ മിണ്ടിയ? ഏറ്റവും അവസാനത്തെ ന്യായ സംഹിത എന്നും പറഞ്ഞിട്ട് മോട്ടോർ തൊഴിലാളികളെ മുഴുവൻ ആ മേഖലയിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കുന്ന നിലയിലേക്കുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നപ്പം ഒരക്ഷരം നിങ്ങൾ മിണ്ടിയോ? മിണ്ടിയിട്ടില്ല. ഇതിനും പുറമെയാണ് നമ്മുടെ കേരളത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ധാരാളം പദ്ധതികളും പരിപാടികളും. 57,400 കോടി രൂപ ഈ കേരളത്തിന് ഭരണഘടന പ്രകാരം കിട്ടേണ്ട പണം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് തരാതെ കേന്ദ്ര സർക്കാർ നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരായി കേരളമാകെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ എന്തേ ഈ MP മിണ്ടാതിരുന്നത്? എന്തേ കോൺഗ്രസ് മിണ്ടാതിരുന്നത്? സുപ്രീം കോടതി ഇപ്പൊ പറയുന്നു കേരളത്തിന്റെ വാദങ്ങൾ ശരിയാണ്, അവർക്ക് കടമെടുക്കാനുള്ള അവകാശമുണ്ട്, അത് കൊടുക്കണം, കേന്ദ്ര സംയുക്ത പദ്ധതികളിൽ കൊടുക്കാനുള്ള പണം കൊടുക്കണം എന്നെല്ലാം സുപ്രീം കോടതി പറയുന്നു. കേരളത്തിന്റെ വാദങ്ങൾ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. എന്തേ കോൺഗ്രസും MP-യും പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിലെ സർക്കാരിന്റെ ദൂർത്തുകൊണ്ടാണ് ഇതൊന്നും കിട്ടാത്തത്, കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. എന്ത് കണക്ക് കൊടുത്തിട്ടാ ഇപ്പൊ ഏറ്റവും അവസാനം നെല്ലിന്റെ വിലയുമായി കേന്ദ്ര സർക്കാർ തരേണ്ട സംഭരണവുമായി ബന്ധപ്പെട്ട പണം തന്നത്? അപ്പൊ സുപ്രീം കോടതി പറയുന്നു കേരളത്തിന്റെ വാദങ്ങൾ ശരിയാണ്.
കോൺഗ്രസ് പറയുന്നു, ഈ MP പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ മോഡിയുടെ വാദം ശരിയാണ്, ഞങ്ങൾ മോഡിയുടെ കൂടെയാണെന്ന്. പ്രളയകാലത്ത് ഇവിടെ വിതരണം ചെയ്ത അരിയുടെ പണം വാങ്ങിക്കൊണ്ടുപോയി കേന്ദ്ര സർക്കാർ. മിണ്ടിയോ ഈ MP? ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയ ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങിക്കൊണ്ടുപോയി കേന്ദ്ര സർക്കാർ. മിണ്ടിയോ? കേന്ദ്ര പദ്ധതികളിൽ നമ്മുടെ 30 ലക്ഷം കുട്ടികൾക്ക് സംസ്ഥാനവും കേന്ദ്രവും കൂടി സംയുക്ത പദ്ധതിയിലൂടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ആ പണം മുഴുവൻ കുടിശ്ശികയായിരിക്കുന്നു. 30 ലക്ഷം കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് വെച്ചു കൊടുക്കുന്നു. ഒരക്ഷരം മിണ്ടിയോ ഇദ്ദേഹം? നമ്മുടെ പെൻഷൻ പദ്ധതിയെ തകർത്തു. പെൻഷന് കേന്ദ്ര സർക്കാർ ചേരേണ്ട ഒരു ചെറിയ വിഹിതം 4,77,000 ആളുകൾക്ക് 200 രൂപ വെച്ച് കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അത് കുടിശ്ശികയായി കിടക്കുന്നു. നമ്മളെ സാമ്പത്തികമായി ഞെരുക്കി നമ്മുടെ പെൻഷൻ പദ്ധതിയെ തകർത്തു. 64 ലക്ഷം മനുഷ്യന്മാർക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ പദ്ധതിയെ തകർത്തു. മിണ്ടിയ സംസ്ഥാന സർക്കാർ സ്വന്തമായി പണം സമാഹരിച്ച് ഇപ്പൊ ഇതാ കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടുക്കുക. ഈ പാവപ്പെട്ട ഈ കേരളത്തിലെ 64 ലക്ഷം മനുഷ്യന്മാർക്ക് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തകർക്കാൻ, കിഫ്ബിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മിണ്ടിയോ? ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് കേരളത്തിൽ ഇനി ഒന്നും നടക്കണ്ട എന്നുള്ള നിലയിലേക്ക് കേരള വിരുദ്ധമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തപ്പോ മിണ്ടുന്നു. കോഴിക്കോട്ടെ MP, കേരളത്തിലെ 18 MP-മാർ എല്ലാവരും BJP-യുടെ ഒപ്പം ചേർന്ന് നമ്മുടെ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരള വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കേരള വിരുദ്ധൻ, വികസന വിരുദ്ധൻ, ഒന്നും ഈ 15 വർഷക്കാലത്തിനിടയിൽ ചെയ്യാൻ വേണ്ടി കഴിയാത്ത മനുഷ്യൻ, അങ്ങനെ ഒരു MP-യെ ഈ കോഴിക്കോടിന് വേണോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 75 കോടി രൂപയാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ 15 വർഷക്കാലത്തിനിടയിൽ കിട്ടിയത്. തൊട്ട് കാണിക്കാൻ ഒരു പദ്ധതി പറയൂ കോഴിക്കോട്ട്. എളമരം കരീം 6 കൊല്ലമായി MP-യാണ്, രാജ്യസഭ MP-യാ. മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ കാണാം 2.25 കോടി രൂപയിൽ രോഗികളുടെ കൂടെയുള്ളവർക്ക്, കുട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രം പോയാൽ കാണാം. കോഴിക്കോട് ആർട്സ് കോളേജിനകത്ത് സൗജന്യ വൈഫൈ, കോഴിക്കോട് മാനാഞ്ചിറക്കകത്ത് സൗജന്യ വൈഫൈ. കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ കോഴിക്കോടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ കോഴിക്കോട് നഗരത്തിന് അദ്ദേഹം നൽകുന്നു. 75 കോടി കിട്ടിയിട്ട് ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിനകത്തോ ഈ കോഴിക്കോട് നഗരത്തിനകത്തോ തൊട്ട് കാണിക്കാൻ MP